കടലാക്രമണം രൂക്ഷമായതോടെ കാസർഗോഡ് തൃക്കണ്ണാട് സംസ്ഥാനപാത അപകട ഭീഷണിയിൽ. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കടൽക്ഷോഭത്തിൽ റോഡിനരികിൽ വരെ കടലെടുത്തു. കാസർഗോഡ് തൃക്കണ്ണാട് കോട്ടിക്കുളം പ്രദേശങ്ങളിൽ ദിവസങ്ങളായി കടൽക്ഷോഭം രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ കടലാക്രമണത്തിൽ കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാനപാതയുടെ അരികിൽ വരെ കരയിടിഞ്ഞു. റോഡ് അപകടാവസ്ഥയിലായതിനെ തുടർന്ന് ബസ്സൊഴികെയുള്ള വലിയ വാഹനങ്ങൾക്ക് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. വർഷങ്ങളായി തുടരുന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് ചെല്ലാനം മോഡലിൽ ടെട്രാപോഡ് സ്ഥാപിക്കുകയോ മിനി ഹാർബർ നിർമ്മിക്കുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ കോട്ടിക്കുളം തൃക്കണ്ണാട് ബേക്കലം തീരദേശവുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്നൊരു ഏരിയയാണ് ഈ KSTP കാഞ്ഞങ്ങാട് കാസർഗോഡ് KSTP റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട്. അപ്പോൾ അത് നിലവിൽ ഒരു 4-5 വർഷമായിട്ട് ഈ കടലാക്രമണം എല്ലാ വർഷവും ഉണ്ട്. ഇതിങ്ങനെ എല്ലാ വർഷവും ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശാശ്വതമായൊരു പരിഹാരമാണ്. ഇപ്പോൾ എല്ലാവരും അധികൃതർ വന്ന് നോക്കി പോകുന്നുണ്ട്. കലക്ടർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റെല്ലാവരും പഞ്ചായത്ത് അധികൃതർ എല്ലാവരും വന്നു പോകുന്നുണ്ട്. കടലാക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങളും വീടുകളും അപകട ഭീഷണിയിലാണ്. മുൻവർഷങ്ങളിൽ തകർന്ന കെട്ടിടങ്ങളുടെ അവശേഷിക്കുന്ന ഭാഗങ്ങളും തകർന്നു വീണു. തൃക്കണ്ണാട് ത്രയംബകേശ്വരി ക്ഷേത്രത്തിന്റെ പള്ളിവേട്ട മണ്ഡപം, കൊടുങ്ങല്ലൂർ ഭണ്ഡാരം എന്നിവ അപകട ഭീഷണിയിലാണ്. കടലാക്രമണത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനുള്ള പദ്ധതി സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഉദുമ MLA CH കുഞ്ഞമ്പു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനുമായി കൂടിക്കാഴ്ച നടത്തി. താൽക്കാലിക സുരക്ഷ ഒരുക്കുന്നതിനായി 25 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ചരിത്രത്തിലാദ്യമായാണ് തൃക്കണ്ണാട് ഇത്രയുമധികം കടലെടുക്കുന്നത്. കൈരളി ന്യൂസ്, കാസർഗോഡ്.